നമസ്തേ. ടാരോഡ് ഹീലിംഗ് വിത്ത് കൃഷ്ണബിന്ദു എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന റീഡിങ്സ് എന്ന് പറയുന്നത് നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസും നിങ്ങളിലേക്ക് വരാൻ പോകുന്ന മാറ്റവും നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസ് അവരിലേക്ക് വരാൻ പോകുന്ന മാറ്റങ്ങളുമാണ് നോക്കുന്നത്. ഫസ്റ്റ് തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. റെസനേറ്റ് ആവുന്നവർ എടുത്താൽ മതി, അല്ലാത്തവർ വിട്ട് കളയുക. അതുപോലെ തന്നെ വ്യക്തിപരമായ കാര്യങ്ങൾ അറിയാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ടാറോ റീഡറിൽ നിന്നും തീർച്ചയായിട്ടും നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുക. നിങ്ങൾക്ക് നല്ല ഒരു ഗൈഡൻസ് ലഭിക്കുന്നതായിരിക്കും. അതുപോലെ എൻ്റെ റീഡിങ്സ് നിങ്ങൾക്ക് റെസനേറ്റ് ആകുന്നുവെങ്കിൽ, ഇത് പോസിറ്റീവായിട്ടൊരു എനർജി നിങ്ങൾക്ക് നൽകുന്നുവെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ലൈക്ക് ചെയ്യുകയും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റായി രേഖപ്പെടുത്തുകയും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ റീഡിങ്സുകളെല്ലാം ടൈംലെസ് ആണ്, ജെൻറ്റ്ലെസ് ആണ്. നിങ്ങൾ ഏത് സമയത്താണോ കാണുന്നത് ആ ടൈം മുതൽ ഇത് റെസനേറ്റ് ആവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിങ്ങളുടെ എത്രത്തോളം പോസിറ്റീവായ എനർജിയോട് കൂടിയാണോ ഇത് കാണുന്നത് അത്രത്തോളം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നതായിരിക്കും. തീർച്ചയായിട്ടും നിങ്ങൾക്കിതൊരു നല്ല ഗൈഡൻസ് ആയിട്ട് ഫീൽ ചെയ്യുന്നുവെങ്കിൽ മാത്രം നിങ്ങളിത് പൂർണ്ണമായിട്ട് കാണാൻ ശ്രമിക്കുക. ടാരോ റീഡിങ്സിൽ വിശ്വാസമില്ലാത്തവർ തീർച്ചയായിട്ടും സ്കിപ്പ് ചെയ്ത് പൊക്കോളുക. കാരണം നിങ്ങൾക്കിതിനകത്ത് ഒരു എനർജിയും കണക്റ്റഡ് ആവുകയില്ല. നിങ്ങളിത് നെഗറ്റീവാകുന്ന കർമ്മ നേരിടുക എന്നതിനപ്പുറത്തേക്കൊന്നും സാധ്യമാകുന്നതല്ല എന്ന് മനസ്സിലാക്കുക. വിശ്വാസമുണ്ടെങ്കിൽ പൂർണ്ണതയോടുകൂടി പോകാൻ പറ്റുന്നവർ മാത്രം കാണാൻ ശ്രമിക്കുക കേട്ടോ. കാരണം ഇത് പ്രപഞ്ചം നൽകുന്നൊരു ഇൻഫർമേഷൻസ് ആൻഡ് ഗൈഡൻസ് ആണ്. ഇതൊരു ഗൈഡൻസ് ആയിട്ട് മാത്രം എടുക്കാനും പാടുള്ളൂ. നിങ്ങൾക്ക് നിങ്ങളുടെ വിധിയെ മാറ്റി എഴുതാൻ പറ്റുമെന്ന് മനസ്സിലാക്കുക. നിങ്ങളുടെ സ്ട്രോങ് ആയ തീരുമാനങ്ങൾ കേട്ടോ. നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ നോക്കിയപ്പം ഓഗസ്റ്റ് മാസക്കാർ കറക്റ്റായിട്ട് വന്നിട്ടുണ്ട്. സെപ്റ്റംബർ മാസക്കാരുടെ എനർജി നമുക്കിതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഡിസംബർ മാസക്കാരുടെ എനർജി വളരെ സ്ട്രോങ് ആയിട്ട് വന്നിട്ടുണ്ട്. അതുപോലെ ജനുവരി മാസക്കാർക്കും അസ്ട്രോളജിക്കൽ സൈൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ നിങ്ങളുടെയോ നിങ്ങളുടെ പേഴ്സൻ്റെയോ ഒരു ബെർത്ത് മാസമായിരിക്കാം. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും അനുയോജ്യമാകുന്ന, നിങ്ങൾക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു മാസമായിട്ടും ഈ ഒരു എനർജിയെ നമുക്ക് എടുക്കാൻ സാധിക്കുന്നതാണ് കേട്ടോ. പക്ഷെ അതിനകത്ത് ഏറ്റവും കൂടുതൽ വരുന്നത് ബെർത്ത്, അതായത് നിങ്ങളുടെ ഒരു ജനന സമയത്തെ കണക്ട് ചെയ്തായിരിക്കാം. അതുപോലെ തന്നെ ഒക്ടോബർ മാസക്കാരുടെയും വന്നിട്ടുണ്ട് ഇതിനകത്ത് നമുക്ക് അസ്ട്രോളജിക്കൽ സൈൻ എനർജി നോക്കുമ്പം. പിന്നെ നെക്സ്റ്റ് വന്നിരിക്കുന്നത് അത്രയും എനർജികളെ കണക്റ്റഡ് ആയിട്ടുള്ളൂ കേട്ടോ. ബാലൻസ് എല്ലാവർക്കും റെസനേറ്റ് ആവില്ല എന്നല്ല, നിങ്ങൾ എത്രത്തോളം വിശ്വാസത്തോടു കൂടിയാണോ ഇതിനെ കണക്റ്റ് ചെയ്യുന്നത് അത്രത്തോളം നിങ്ങളിലേക്ക് ഇത് വന്ന് ചേരുമെന്ന് മനസ്സിലാക്കുക. പക്ഷേ ഈ ഒരു എനർജിയുമായിട്ട് കുറച്ച് അധികം റെസനേറ്റിംഗ് എനർജിയിലേക്ക്, അതല്ലെങ്കിൽ ഇത്രയും ആളുകളുടെ എനർജി ഇതിനകത്തേക്ക് പൂർണ്ണതയോടെ കണക്റ്റഡ് ആയിട്ടുണ്ട്. അതായത് അവരത്രയും കുറച്ചും കൂടി ഇതിനെ കണക്റ്റ് ചെയ്തെടുക്കാൻ ശ്രമിച്ചിട്ടുണ്ട് എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും കേട്ടോ. എന്താണെങ്കിലും നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്നത് മാർച്ച് മാസത്തിൻ്റെ എനർജി കാണുന്നുണ്ട്, ഫെബ്രുവരി മാസത്തിൻ്റെ എനർജി കാണുന്നുണ്ട് കേട്ടോ. അപ്പം നല്ല രീതിയിൽ നമുക്കിതിനകത്ത് എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട് കേട്ടോ. ജനുവരി മാസക്കാരുടെയും ഫെബ്രുവരിയുടെയും മാർച്ചിൻ്റെയും എനർജി കണക്റ്റഡ് ആയിട്ടുണ്ട്. ഡിസംബറുകാരുടെയും ഓഗസ്റ്റിൻ്റെയും ഒക്ടോബർ മാസത്തിൻ്റെയും എനർജി വളരെ ശക്തമായിട്ട് കണക്റ്റഡ് ആയിട്ടുണ്ട്. ഏകദേശം നല്ല രീതിയിൽ നമുക്ക് എനർജി ഇതിനകത്തേക്ക് കണക്റ്റഡായി വന്നിട്ടുണ്ട് കേട്ടോ. ഓക്കെ, നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. ഫസ്റ്റ് തന്നെ നമുക്ക് വന്നിരിക്കുന്ന നിങ്ങളുടെ ഒരു കറൻറ്റ് സിറ്റുവേഷൻസ് ആണ് നോക്കുന്നത്. അതായത് വീൽ ഓഫ് ഫോർച്യൂൺ എനർജിയിലാണ് നിങ്ങളൊരു വിധിക്ക്, അതായത് ഒരു ജസ്റ്റിസ് നേരിട്ടുകൊണ്ടിരിക്കുന്ന ഒരു സിറ്റുവേഷൻസ് ആണ് കേട്ടോ. നിങ്ങൾ ഒരുപാട് പ്രശ്നങ്ങളിൽ സ്റ്റക്ക് എനർജിയിലാവാം, അതല്ലെങ്കിൽ നിങ്ങളൊരു പ്രതിസന്ധികളെ തരണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ജസ്റ്റിസ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നത്. അതായത് ഒരു ഉറച്ച തീരുമാനമില്ല എന്ന് തന്നെ പറയാം. കയറ്റിറക്കമായ, അതായത് വേണോ വേണ്ടയോ കൺഫ്യൂഷൻ എനർജിയിലാവാം. അതല്ല എങ്കിൽ നിങ്ങളുടെ ലൈഫിൽ മുന്നോട്ടേക്കുള്ള ഒരു ഫ്യൂച്ചറിനെ കുറിച്ച് യാതൊരു രീതിയിലും ഒരു തീരുമാനം ഇതുവരെ നിങ്ങൾ സ്ട്രോങ് ആയിട്ട് എടുത്തിട്ടില്ല എന്ന് തന്നെയാണ് കാണുന്നത്. കൂടാതെ തന്നെ ഒരു സ്റ്റക്ക് എനർജിയിലാണ് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്കൊരു ലക്ഷ്യബോധമൊക്കെ ഉണ്ട്, മുന്നോട്ടേക്ക് ചില കാര്യങ്ങളൊക്കെ ചെയ്യണം, എന്തെങ്കിലുമൊക്കെ പ്രവർത്തിക്കണം എന്നൊക്കെ നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷേ രണ്ട് സിറ്റുവേഷൻസ് ഉണ്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാം, അതല്ലെങ്കിൽ ഇപ്പോഴത്തെ സാഹചര്യങ്ങളെ വീണ്ടും കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും
തിരിക്കാം എന്ന് പറയുന്ന 2 അവസരം നിങ്ങൾക്ക് യൂണിവേഴ്സ് തന്നെ നൽകിയിട്ടുണ്ടെന്നാണ് കാണുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ 2 സിറ്റുവേഷൻസ് ഉണ്ട്, അതായത് തേർഡ് സിറ്റുവേഷൻസും, അതായത് നിങ്ങൾക്ക് ഇപ്പം മുന്നോട്ടേക്ക് പോകാവുന്ന ഒരു സിറ്റുവേഷൻസും ഉണ്ട്, പ്ലസ് നിങ്ങൾക്ക് മറ്റൊരു സാഹചര്യം തിരഞ്ഞെടുക്കാനുമുള്ള ഒരവസരമുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നിങ്ങളൊരു ജസ്റ്റിസ് നേരിടുന്നു എന്നാണ് നമുക്ക് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളൊരു സ്തംഭനാവസ്ഥയിലാണ്, ഒന്നിനും തീരുമാനമെടുക്കാൻ പറ്റാത്ത വിധം ഒരു സ്തംഭനാവസ്ഥയിലാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ മനസ്സിൽ ഏതോ ഒരു പേഴ്സൺ ഉണ്ട്, ആ ഒരു വ്യക്തിക്ക് ഒരു കപ്പ് ഓഫ് ലവ് ഓഫർ ചെയ്താലോ എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട്. അതിൽ നിങ്ങൾക്ക് പൂർണ്ണമായ ഒരു കോൺഫിഡൻസ് ഇല്ല, അങ്ങനെ ഒരു അപ്രോച്ചിലേക്ക് പോകാനായിട്ടുള്ള ഒരു കോൺഫിഡൻസ് ഇല്ല എന്ന് തന്നെയാണ് കാണുന്നത്. പക്ഷേ നിങ്ങൾക്ക് ആ ഒരു സിറ്റുവേഷൻസിന് വളരെയധികം കണക്റ്റഡ് ആക്കാനും അതിലൂടെ മുന്നോട്ടേക്ക് പോകാനും അതിൽ നിങ്ങൾ ശക്തമാകുന്ന ഫോക്കസ് ചെയ്യുന്നുമുണ്ടെന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ആ ഒരു പേഴ്സൺ, നിങ്ങൾ ആരെയാണോ ഫോക്കസ് ചെയ്യുന്നത്, നിങ്ങൾ ആരെയാണ് ഇമോഷണലി കണക്റ്റഡ് ആക്കാൻ ആഗ്രഹിക്കുന്നത്, ആ ഒരു വ്യക്തിക്കും തിരിച്ച് നിങ്ങളോട് അതേ ഫോക്കസ് ഉണ്ട്. അവർ നിങ്ങളെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കുന്ന അതേ രീതിയിൽ തന്നെ ചിന്തിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും ഒരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡോട് കൂടി അല്ലെങ്കിൽ ഒരു മ്യൂച്വൽ ബെനിഫിഷ്യലി എനർജിയോട് കൂടി നിങ്ങൾക്ക് ഈ ഒരു സിറ്റുവേഷൻസിനെ കണക്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. നല്ല ഒരു പാർട്ട്ണർ എനർജിയാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈ ഒരു വ്യക്തി എന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇമോഷണൽ പരമാകുന്ന ഒരു കാര്യത്തിൽ നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിങ്ങൾ കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തുകൊണ്ടുള്ള ഒരു കൺഫ്യൂഷൻ ആണ് എങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് പറയാനുള്ളത് ആ ഒരു വ്യക്തി നിങ്ങളിൽ ഫോക്കസ്ഡ് ആണ്, നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. നിങ്ങളുടെ ഇമോഷൻസ് അതേ അളവിൽ തന്നെ ആ ഒരു വ്യക്തിക്കും നിങ്ങളോടുണ്ട്. നിങ്ങളൊരു കപ്പ് ഓഫ് ലവ് നൽകാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു വ്യക്തി നിങ്ങളിലേക്കും അതേ എനർജി നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. അതായത് ഒരേപോലെ തന്നെയാണ് രണ്ടും, ഒരു സോൾ എനർജി ഉള്ള ബന്ധമായിട്ട് തന്നെയാണ് കാണുന്നത്. കൺഫ്യൂസ്ഡ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു തീരുമാനം എടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ, നിങ്ങളുടെ ലൈഫിൽ ഒരു തേർഡ് സിറ്റുവേഷൻസിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എൻഡിങ്ങിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരുപാട് പ്രാർത്ഥിക്കുന്നു, പ്രെയർ ചെയ്യുന്ന ഒരു എനർജി. അതുപോലെ തന്നെ നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഏതൊക്കെയോ കാര്യങ്ങൾ, കരിയർ പാത്തിലാണെങ്കിലുമൊക്കെ ഒരു സ്റ്റെബിലിറ്റി ഉണ്ടാകാൻ വേണ്ടിയിട്ട്, ഫിനാൻഷ്യൽ പരമാകുന്ന കാര്യങ്ങളിലുമൊക്കെ ഒരു സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ശരിക്കും നല്ല ശക്തമാകുന്ന രീതിയിൽ മാനിഫെസ്റ്റിംഗ് എനർജിയോട് കൂടി നല്ലൊരു പ്രാർത്ഥന അല്ലെങ്കിൽ ഒരു വിശ്വാസത്തോടു കൂടി നിങ്ങൾ വെയിറ്റിംഗ് ചെയ്ത് നിൽക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ റിലേഷനിൽ, നിങ്ങളുടെ ബന്ധത്തിൽ ഒരു തേർഡ് സിറ്റുവേഷൻസിൻ്റെ എനർജി ഉണ്ട് എങ്കിൽ ആ ഒരു എനർജിയും എൻഡ് ആകാൻ വേണ്ടിയിട്ട് നിങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു സിറ്റുവേഷൻസാണ് ഈ ഒരു കറൻറ്റ്ലി നമുക്ക് കാണാൻ പറ്റുന്നത്. പാസ്റ്റിൽ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട്. നിങ്ങൾ കൂടുതലും പാസ്റ്റിലേക്ക് തിരിഞ്ഞു പോകുന്നു, നിങ്ങൾ ഫ്യൂച്ചറിലേക്കല്ല കണക്റ്റ് ചെയ്ത് നിൽക്കുന്നത്. നിങ്ങളുടെ ഒരു സിറ്റുവേഷൻസ് എപ്പോഴും പാസ്റ്റിൽ തന്നെ നിൽക്കുന്നു. പാസ്റ്റിലെ ചില ട്രോമാറ്റിക്കായ എനർജികളെ നിങ്ങൾക്ക് ഹീലാക്കാനോ അതല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാനോ പറ്റുന്നില്ല എന്ന സാഹചര്യം കൂടി നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. എപ്പോഴും നിങ്ങൾ ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്നത് പാസ്റ്റിലേക്കാണ്. കഴിഞ്ഞുപോയ കാര്യങ്ങളെ കൂടുതൽ നിങ്ങളിലേക്ക് അട്രാക്റ്റ് ചെയ്തെടുക്കുന്നു. അതായത് ഒരിക്കലും നമുക്ക് തിരുത്താനോ നേരെയാക്കാനോ തിരിച്ചു പിടിക്കാനോ പറ്റാത്ത കാര്യങ്ങളിൽ തന്നെയാണ് നിങ്ങൾ ശരിക്കും ഫോക്കസ് ചെയ്യുന്നതെന്നാണ് കാണുന്നത്. ആ ഒരു സാഹചര്യം നിങ്ങൾ മാറ്റിയെടുക്കുക. നിങ്ങൾ നല്ല ഒരു പ്രെയർ, ഒരു സ്പിരിച്വൽ എനർജിയിൽ, ഒരു സ്പിരിച്വൽ പാത്തിലേക്കാണ് പോകുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ സക്സസ് എന്ന് പറയുന്ന ഒരു സാഹചര്യം തെളിഞ്ഞു വന്നുകൊണ്ടിരിക്കുന്നു. അതായത് ഡിവൈൻ നിങ്ങളെ കണക്റ്റ് ചെയ്യുന്നുമുണ്ട്. നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലം ഡിവൈൻ നൽകാൻ തീരുമാനിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. അതുപോലെ തന്നെ നിങ്ങളിൽ അവസാനിച്ചു പോയ ചില കാര്യങ്ങൾ, ഒരു ട്രാജഡി പോലെ അല്ലെങ്കിൽ ചില ദുരന്തങ്ങളെ നിങ്ങൾ നേരിട്ടിരുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. എനിക്ക് തോന്നുന്നത് പാസ്റ്റിലേക്ക് എപ്പോഴും നിങ്ങൾ തിരിച്ചു പോകുന്നത് നിങ്ങൾക്കൊരിക്കലും വിട്ടുകളയാൻ പറ്റാത്ത അല്ലെങ്കിൽ നിങ്ങൾക്കൊരിക്കലും കളയാൻ ആഗ്രഹിക്കാതിരുന്ന ഏറ്റവും പ്രഷ്യസായ ഒന്ന് നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയി. നിങ്ങളൊരു ദുരന്തം നേരിടേണ്ടി വന്നിട്ടുണ്ട്, നിങ്ങൾ തോറ്റു കൊടുക്കേണ്ടി വന്ന ചില സാഹചര്യങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പോഴും നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ട്. അതായത് നിങ്ങൾക്കൊരു ബിഗ് ചേഞ്ചിങ്, അതിനകത്തൊരു ചേഞ്ചിങ് ആണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത്. അതല്ലാണ്ട് നിങ്ങളൊരു പുതിയ കാര്യത്തെ കണക്റ്റ് ചെയ്യുന്നതിനേക്കാൾ നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ എന്തോ തിരിച്ചു പിടിക്കുക, നിങ്ങൾക്കത് വേണമെന്നുള്ളൊരു ആഗ്രഹമാണ് ഇപ്പോൾ നമുക്കിത് കാണാൻ പറ്റുന്നത്. നിങ്ങളൊരു 2 ഫേസ് എനർജിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ
പുറമേ പറയുന്നൊരു വ്യക്തിയല്ല നിങ്ങളുടെ ഉള്ളുകൊണ്ട്. നിങ്ങൾ ചിലപ്പോൾ ഉള്ളുകൊണ്ട് വളരെയധികം സ്ട്രോങ് ആയിട്ട് നിങ്ങൾ എന്തോ ഒരു കാര്യത്തിൽ ഉറച്ചു നിൽക്കുന്നു, അതിൽ നിന്ന് മാറില്ല എന്നുള്ള ഒരു വാശി കൂടി നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു സാഹചര്യത്തെ, നിങ്ങൾ മനസ്സിൽ ചിന്തിക്കുന്ന കാര്യത്തെ നിങ്ങൾ ഒരു കാരണവശാലും ഒന്നെങ്കിൽ നിങ്ങൾ സ്വീകരിക്കില്ല, അതല്ലെങ്കിൽ നിങ്ങൾ വിട്ടുകൊടുക്കില്ല എന്നുള്ളൊരു സ്ട്രോങ് ആയ എനർജിയിൽ നിൽക്കുന്നു. പുറമേ നിങ്ങൾ വളരെയധികം മയത്തിൽ, വളരെയധികം ശാന്തമാകുന്ന രീതിയിൽ, അതുപോലെ തന്നെ മറ്റു സിറ്റുവേഷൻസുകളെ വളരെ നല്ല രീതിയിൽ നിങ്ങൾ കെയറിങ് ചെയ്യുന്നുണ്ട്. പക്ഷേ നിങ്ങളുടെ ഉള്ളുകൊണ്ട് നിങ്ങൾ നീറി പുകയുന്ന വ്യക്തികളുടെ എനർജി കാണുന്നുണ്ട്. സ്ട്രോങ് ആയിട്ട് ചില കാര്യങ്ങളിൽ ശക്തമായ ഉറച്ച തീരുമാനത്തോട് കൂടി നിൽക്കുന്ന വ്യക്തികളെ കാണുന്നുണ്ട്. ചില സാഹചര്യങ്ങളെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യില്ല, അല്ലെങ്കിൽ കണക്റ്റ് ചെയ്യില്ല എന്നുള്ള ആ ഒരു പിടിവാശിയോടുകൂടി നിൽക്കുന്ന എനർജി കാണുന്നുണ്ട്. എന്താണെങ്കിലും ഒരു 2 ഫേസ് എനർജിയിലാണ് നിങ്ങൾ നിൽക്കുന്നതെന്നാണ് കാണുന്നത്. പക്ഷേ ഈ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് നിങ്ങൾ ട്രാവലിംഗ് ചെയ്യണം, നിങ്ങൾ മാറി സഞ്ചരിക്കണം, നിങ്ങൾ ഫ്യൂച്ചറിലേക്ക് പോകണമെന്ന് തന്നെയാണ് പറയുന്നത്. പാസ്റ്റിലേക്ക് നിങ്ങൾ തിരിഞ്ഞു നിൽക്കുന്ന ആ ഒരു സാഹചര്യം നിങ്ങൾ ഹീലാക്കിയേ പറ്റൂ. കാരണം നിങ്ങൾക്ക് ഒരു ലോകം തന്നെ നിങ്ങളുടെ മുന്നിലുണ്ട്. ആ ഒരു ലോകം നിങ്ങൾക്ക് നിങ്ങളുടെ കൈകളിൽ എത്തിക്കണമെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ ഒരു സക്സസ് മറ്റെല്ലാത്തിനേക്കാൾ മുന്നിൽ വിജയിക്കണമെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് മാറി ചിന്തിച്ചേ പറ്റൂ, സഞ്ചരിച്ചേ പറ്റൂ. അതുപോലെ തന്നെ ഇമോഷണൽ ഫെയിലിയർ എനർജിയിൽ ചിലപ്പോൾ നിങ്ങൾ മറ്റൊരു ഫീമെയിൽ എനർജിയുടെ സാന്നിധ്യത്താൽ നിങ്ങൾക്ക് വലിയൊരു ഇമോഷണൽ ഫെയിലിയർ സംഭവിച്ചിട്ടുണ്ട്, ഒരു നിരാശ സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രഷ്യസ് ആയിട്ട് നിങ്ങൾ കാത്തു സൂക്ഷിച്ച ഒരു കാര്യം നിങ്ങൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഒരു എനർജിയിൽ നിങ്ങൾ ഇപ്പോഴും ഫോക്കസ് ചെയ്യാൻ പറഞ്ഞില്ല, പാസ്റ്റിലേക്ക്, ആ നഷ്ടപ്പെട്ട സിറ്റുവേഷൻസിലേക്ക് നിങ്ങൾ ഫോക്കസിങ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ സ്ട്രോങ് ആയിട്ട് നേടിയെടുത്ത ചില കാര്യങ്ങൾ നിങ്ങളിൽ നിന്ന് വിട്ടുപോയിട്ടും അതിലേക്ക് നിങ്ങൾ പ്രാധാന്യം കൽപ്പിക്കുന്നു എന്നാണ് കാണുന്നത്. തീർച്ചയായിട്ടും ഒരു വിവാഹം പോലുള്ള ഒരു പുതിയ എനർജി, ഒരു പ്രണയം നിങ്ങളിലേക്ക് കണക്റ്റഡ് ആകുന്നു. അത് നിങ്ങളെ ഇമോഷണലി ഓക്കെ ആക്കി എടുക്കുമെന്ന് തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതുപോലെ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ പ്രഷ്യസ് ആകുന്ന ചില സിറ്റുവേഷൻസുകൾ നിങ്ങൾ തന്നെ അട്രാക്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു പുതിയ വ്യക്തി, ഒരു ന്യൂ ബിഗിനിങ് എനർജി, ഒരു പുതിയ മാറ്റം നിങ്ങൾക്ക് സൃഷ്ടിക്കാൻ സാധിക്കുന്നുണ്ട്. നിങ്ങൾ നല്ലൊരു അഡ്വൈസ്, എനിക്ക് തോന്നുന്നു മറ്റാരിൽ നിന്നെങ്കിലും നിങ്ങൾ ഗൈഡൻസ് സ്വീകരിച്ചിട്ടുണ്ടാവാം. നിങ്ങളൊരു ഇമോഷണൽ സ്റ്റെബിലിറ്റിയിലേക്ക് വരാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും പാസ്റ്റിലെ കുറേ കാര്യങ്ങളെയും കൂടി നിങ്ങൾ ഹൈഡ് ചെയ്ത്, അല്ലെങ്കിൽ നിങ്ങൾ അതിനെ ഹീലിംഗ് ചെയ്ത് ആ ഒരു സാഹചര്യത്തിൽ നിന്നും ഫ്യൂച്ചറിലേക്ക് സഞ്ചരിക്കാൻ ശ്രമിക്കുക കേട്ടോ. ഇമോഷൻസ് ഒക്കെ ഉണ്ട്, നല്ല സ്നേഹവും സാന്നിധ്യവും എല്ലാം നിങ്ങളിൽ കണക്റ്റഡ് ആണ്. പക്ഷേ നിങ്ങൾ ഒരിക്കലും അതിലേക്ക് പൂർണ്ണമായും എത്തിച്ചേരുന്നില്ല, ഒരു ഇമോഷണൽ ബാലൻസിലേക്ക് വരുന്നില്ല. അതേസമയം നിങ്ങൾക്ക് നല്ലൊരു സ്പിരിച്വൽ എനർജി ഉണ്ട്. കൂടാതെ തന്നെ നല്ലൊരു അഡ്വൈസിങ്, നല്ല ആരുടെ നിന്നൊക്കെ ഒരു ഗൈഡൻസ് ലഭിച്ചിട്ടുണ്ട്. അതൊക്കെ നിങ്ങൾക്ക് പ്രാവർത്തികമാക്കാൻ നോക്കുക. നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്ന മാറ്റമെന്ന് പറയുന്നത് ഒരു ന്യൂ ബിഗിനിങ് ആണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണോ അതെല്ലാം നിങ്ങളിലേക്ക് വന്നു ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ ഒരു ജസ്റ്റിസ് എനർജി, അതായത് നിങ്ങൾക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. നിങ്ങൾ എവിടേക്കാണോ ഇമോഷണലി തകർന്ന് നിന്നത്, എവിടേക്കാണോ നിങ്ങൾക്ക് ഇരുട്ട് ബാധിച്ച് നിന്ന് ആ സാഹചര്യങ്ങളിലെല്ലാം നിങ്ങൾക്ക് ഒരു പുതിയ തുടക്കം, ഒരു ആക്ഷൻ എടുക്കാൻ പറ്റുമെന്ന് തന്നെയാണ് കാണുന്നത്. നല്ല രീതിയിൽ ചീറ്റിംഗ് നേരിട്ടിട്ടുണ്ട്, നല്ല രീതിയിൽ ഇമോഷണലി നിങ്ങളെ ചീറ്റിംഗ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഹാർട്ട് ബ്രോക്കണും നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ട്. അതുപോലെ ഭൗതികമാകുന്ന ചില കാര്യങ്ങളും നിങ്ങൾക്ക് പൂർണ്ണമായും നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതായത് ഒരു ചീറ്റിങ്ങിൻ്റെ എല്ലാ രീതിയിലും, ഇമോഷണലി ആണെങ്കിലും ഫിനാൻഷ്യലി ആണെങ്കിലും ഫിസിക്കലി ആണെങ്കിലും ഒക്കെ നിങ്ങൾ ശക്തമാകുന്ന ചീറ്റിംഗ് എനർജിയിൽ പെട്ടുപോയെന്ന് തന്നെയാണ് കാണുന്നത്. അവിടെയെല്ലാം നിങ്ങൾക്ക് വരാൻ പോകുന്നതൊരു ഫ്യൂച്ചർ സക്സസ് ആണ്. ആ ഒരു ഫ്യൂച്ചർ സക്സസ് എന്ന എനർജിയിലേക്ക് നിങ്ങൾക്ക് വന്നു ചേരാൻ പറ്റും. പക്ഷേ നിങ്ങളൊന്ന് വെയിറ്റിംഗ് ചെയ്ത് നല്ല രീതിയിൽ ആലോചിച്ച് നല്ല രീതിയിലൊന്ന് ഹീലായിട്ട് നിങ്ങൾ ഇച്ചിരി മെഡിറ്റേഷൻസോ മോട്ടിവേഷൻ എനർജികളോ ഒക്കെ ഒന്ന് കണക്റ്റ് ചെയ്ത് നിങ്ങൾ പൂർണ്ണമായും ഒരു പുതിയ വ്യക്തിയായി തീരണമെന്ന് തന്നെയാണ് കാണുന്നത്. ആ ഒരു പുതിയ വ്യക്തിയായി തീർന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫിൽ ഒരുപാട് കാര്യങ്ങൾ എൻഡായി കിട്ടും. അതായത് നിങ്ങളുടെ ഉള്ളിൻ്റെ ഉള്ളിൽ നിൽക്കുന്ന നെഗറ്റീവാകുന്ന ഒരുപാട് കാര്യങ്ങൾ എൻഡായി കിട്ടും. കൺഫ്യൂഷൻ എനർജി നിങ്ങൾക്ക് മാറിക്കിട്ടും. നിങ്ങളുടെ സിറ്റുവേഷൻസിനെ നിങ്ങൾക്ക് ബാലൻസ് ചെയ്യാനും ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ നിങ്ങൾക്ക് മാറാൻ പറ്റുന്നുണ്ട്. ഒരു ഹാപ്പി ഫാമിലി, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിലുള്ള ഒരു സന്തോഷം, പൂർണ്ണതയെല്ലാം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് നല്ലൊരു ട്രാവലിംഗ് എനർജി, അതായത് പാർട്ട്ണറിനോടൊപ്പം, ഫാമിലിയോടൊപ്പം, അല്ലെങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന വ്യക്തിയോടൊപ്പം നിങ്ങൾക്കൊരു ഫോക്കസോട് കൂടിയുള്ള, ഒരു പൂർണ്ണതയോട്
സ്വാതന്ത്ര്യത്തോടു കൂടിയ ഒരു പുതിയ തുടക്കം നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരാൻ പോകുന്നു എന്ന് തന്നെയാണ് കാണുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു എനർജിയെ നിങ്ങൾ കണക്ട് ചെയ്തെടുക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ പേഴ്സൻ്റെ കറൻറ്റ് സിറ്റുവേഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഫോക്കസിങ് ചെയ്ത് അവർ ഏത് കാര്യത്തിലാണോ പ്രഷ്യസ് ആയിട്ട് അവരിലേക്ക് കണക്ട് ചെയ്തത്, അവർ ഒരു പാസ്റ്റിലേക്ക് നിങ്ങളിൽ നിന്നും വിട്ടുമാറിപ്പോയ ആ ഒരു സാഹചര്യത്തിൽ അവർ പെട്ട് നിൽക്കുന്നത്, അതായത് മൂൺ എനർജിയാണ് അവിടെ വന്നിരിക്കുന്നത്. അവർ പൂർണ്ണമായിട്ടും പെട്ടുപോയിരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അവർ മാത്രമല്ല, അവരുടെ ഫാമിലി എനർജി വരെ ഒരു സ്റ്റക്കാണ്, ട്രാപ്പ്ഡ് എനർജിയിലാണ് നിൽക്കുന്നത്. അവരുടെ ആ ഒരു നെഗറ്റിവിറ്റി, അവർ മറ്റെന്തിനോ പ്രാധാന്യം കൽപ്പിച്ചതിൻ്റെ ഫലമായിട്ട് അവരുടെ പേരൻറ്റിങ് എനർജി വരെ, അവരുടെ കുടുംബപരമാകുന്ന സാഹചര്യങ്ങൾ വരെ ഒരു ട്രാപ്പ്ഡ് എനർജിയിലാണ്, നെഗറ്റിവിറ്റിയിലൂടെയാണ് കടന്നു പോകുന്നത്. ഒരുപാട് ബർഡനും ഒരുപാട് എക്സ്ട്രാ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കേണ്ടി വന്നിരിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നിങ്ങളുടെ പേഴ്സൺ ഹാർഡ് വർക്ക് എനർജിയിലാണ് നിൽക്കുന്നത്. പക്ഷേ അവരുടെ ലക്ഷ്യം, അവർ ഫോക്കസിങ് ചെയ്യുന്നത് അവരുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്നതാണ്. അവർക്കിടെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് എന്തോ ഒരു നേട്ടത്തെ കണക്ട് ചെയ്താണ്. അതായത് അവരുടെ ഒരു സ്വപ്നം സാക്ഷാത്കരിക്കുക എന്ന ഒരു എനർജിയാണ്. കാരണം ഇതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിക്ക് വേണ്ടിയിട്ടാണ് അവർ സ്ട്രഗിളിങ് ചെയ്യുന്നതും അവർ കൂടുതൽ ഹാർഡ് വർക്കിംഗ് ചെയ്യുന്നത്. നിങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ച പേഴ്സൻ്റെ ഏറ്റവും വലിയ ആവശ്യമായ ഒരു കാര്യം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റിയാണ്. അതായത് മറ്റുള്ളവരെ സപ്പോർട്ടിങ് ചെയ്യുന്ന രീതിയിൽ എത്തിച്ചേരുക എന്ന ഒരു എനർജി, അതായത് ഒരു ചാരിറ്റി പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുക എന്ന ഒരു സിറ്റുവേഷൻസ് ആണ് ഇവർ ആഗ്രഹിക്കുന്നത്. പക്ഷേ ഇവരുടെ ലൈഫ് സിറ്റുവേഷൻസിൽ ഇപ്പം പൂർണ്ണമായിട്ടും ഇമോഷണൽ ലോസ് ആണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ ഫോക്കസിങ് ചെയ്തത് റോങ് ആകുന്ന ഒരു സിറ്റുവേഷൻസിന്, അല്ലെങ്കിൽ അൺലീഗലായ ചില കാര്യങ്ങളെ ആണ് എന്നവർക്ക് ഇപ്പോൾ ബോധ്യം വരുന്നുണ്ട്. ആ സിറ്റുവേഷൻസിൽ നിന്ന് മൂവ് ഓൺ ചെയ്യാൻ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവരേതോ വ്യക്തിബന്ധത്തിൽ ചെന്ന് പെട്ടതും, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള ഒരു വ്യക്തിബന്ധത്തിലാണ് നിങ്ങളുടെ വ്യക്തി ചെന്ന് പെട്ടത്. അവിടെ അവർ മിസ്യൂസ് ചെയ്യപ്പെട്ടു, അതായത് ഇരയാക്കപ്പെട്ടു എന്ന് തന്നെ നമുക്ക് പറയാൻ പറ്റും. അവരുടെ പവർ ലോസ് സംഭവിച്ചു പോയെന്നാണ്. അവർ പ്രതീക്ഷിച്ചതല്ല അവർക്ക് ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കറൻ്റ്ലി അവർ ശരിക്കും പറഞ്ഞാൽ ട്രാപ്പ്ഡ് എനർജിയിൽ തന്നെയാണ് നിൽക്കുന്നത്. കാരണം ഈ ട്രാപ്പ്ഡ് എനർജി എന്ന് പറയുന്നത് നമ്മൾ പറയുന്നത് പോലെ വലിയ സംഭവമൊന്നുമല്ല. നമ്മൾ സ്തംഭനാവസ്ഥയിൽ സ്റ്റക്കായി പോയാലും, അതുപോലെ മറ്റേതെങ്കിലും വ്യക്തികളെ ഭയപ്പെട്ട് നമ്മൾ സ്റ്റക്കായിട്ട് നിന്നാലും എല്ലാം നമ്മളൊരു ട്രാപ്പ്ഡ് എനർജിയിലാണ് പെട്ട് നിൽക്കുന്നത് കേട്ടോ. അപ്പോൾ ആ ഒരു സാഹചര്യത്തിലാണ് നിങ്ങളുടെ ഒരു വ്യക്തി എന്ന് പറയുന്നത്. ഈ ഒരു വ്യക്തി ചെന്നു വെട്ട ഒരു സിറ്റുവേഷൻസിൽ, തേർഡ് പാർട്ടി സിറ്റുവേഷൻസ് ഉള്ള സാഹചര്യത്തിൽ ചെന്ന് പെട്ടിരിക്കുന്നത്. ഇവരെ സംബന്ധിച്ച് ഇവരുടെ ലക്ഷ്യം മൊത്തം ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി, ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു ഫോക്കസിങ്ങും ഫിനാൻഷ്യൽ പരമാകുന്ന ഒരു ഉയർച്ച, ആ ഒരു സ്വാതന്ത്ര്യത്തോടു കൂടി സാമ്പത്തികം കൈകാര്യം ചെയ്യാൻ പറ്റണം. ആ ഒരു കാര്യത്തിൽ ഏറ്റവും മൂല്യം ഈ ഒരു പേഴ്സൺ കൽപ്പിച്ചു എന്ന് തന്നെയാണ് കാണാൻ പറ്റുന്നത്. എന്താണെങ്കിൽ അവർ ഏത് സാഹചര്യമായിക്കോട്ടെ അവിടെ ഒരു ബ്ലോക്കിംഗ് എനർജിയിലാണ്, വളരെയധികം കോൺഫ്ലിക്റ്റ് എനർജിയിലാണ്, മൈൻഡ് കോൺഫ്ലിക്റ്റിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. എപ്പോഴും പ്രശ്നങ്ങളെ തരണം ചെയ്യേണ്ടി വരുന്ന ഒരു എനർജീനെയാണ് കാണുന്നത്. പക്ഷേ അവരെ സംബന്ധിച്ച് അവരുടെ ഒരു എനർജിക്ക് ഒരു മാറ്റമെന്ന് പറയുന്നത് ചെറിയ രീതിയിൽ അവർക്കൊരു വെൽത്ത് എനർജി കിട്ടുന്നുണ്ട്, ഒരു ലീഡർഷിപ്പ് എനർജി കിട്ടുന്നുണ്ട്, കുറച്ചൊരു കൺട്രോളിങ് പവറിൽ കാര്യങ്ങളെ മാനേജിങ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഗ്രോത്തും സക്സസ്സുമൊക്കെ അവരിലേക്ക് കണക്റ്റഡ് ആകുന്നുണ്ട് കേട്ടോ. പക്ഷേ എന്നാൽ തന്നെ ഇമോഷണൽ പരമായിട്ടുള്ള ഏതോ ഒരു വ്യക്തിബന്ധം, അവരിലെ ഒരു പാർട്ട്ണറായിട്ട്, അല്ലെങ്കിൽ അവർ വളരെയധികം പ്രഷ്യസ് ആയിട്ട് അവർ ഫോക്കസിങ് ചെയ്തൊരു കാര്യം അവർക്ക് വളരെയധികം ദുരിതം, അല്ലെങ്കിൽ അവിടെ അവർക്ക് ഒരു രീതിയിലും കണക്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല, കോൺഫ്ലിക്റ്റ് ആണ്. അതുപോലെ ബ്ലോക്കിംഗ് എനർജിയിലാണ്. തീർച്ചയായിട്ടും ഈ ഒരു പേഴ്സൺ അവരെ നിങ്ങളിൽ നിന്നും വിട്ടുപോയ മറ്റൊരു വ്യക്തിയിലേക്ക് പോയ വ്യക്തികളുടെ എല്ലാം എനർജി ബ്ലോക്ക്ഡ് എനർജിയാണ്. തേർഡ് പാർട്ടി സിറ്റുവേഷൻസിനെ പൂർണ്ണമായിട്ടും അവർ ബ്ലോക്ക് ചെയ്താണ് കറൻറ്റ് സിറ്റുവേഷൻസിൽ നിൽക്കുന്നത്. കൂടാതെ തന്നെ അതിനകത്ത് നമുക്ക് കാണാൻ പറ്റുന്നത് കോൺഫ്ലിക്റ്റ് ആണ്, അവർ തമ്മിൽ പ്രശ്നങ്ങളാണ്. തേർഡ് സിറ്റുവേഷൻസ് അവരെ പൂർണ്ണമായും കണക്റ്റഡ് ആക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന് തന്നെയാണ് ഇതിനകത്ത് കാണുന്ന എനർജി കേട്ടോ. എന്താണെങ്കിലും നമുക്ക് ഇവരുടെക്ക് വരാൻ പോകുന്നൊരു മാറ്റം എന്താണെന്ന് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഈ ഒരു തേർഡ് സിറ്റുവേഷൻസുമായിട്ട് ഇവർ വളരെയധികം ആഴത്തിലൊരു റിലേഷനായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മാരേജ് എനർജി പോലെ, ഒരു ഫാമിലി പോലുള്ളൊരു സിറ്റുവേഷൻസിലൂടെ കടന്നു പോയിട്ടുണ്ട്. നല്ല രീതിയിൽ സെലിബ്രേഷൻ ആഘോഷിച്ചിട്ടുണ്ട്. വലിയധികം ഒരു ഐക്യത്തോടു കൂടിയും വിശ്വാസത്തോടു കൂടിയൊക്കെ കടന്നു പോയൊരു സിറ്റുവേഷൻസ്, ഒരു സമാധാനപരമാകുന്ന ഒരു അന്തരീക്ഷത്തിൽ നിന്നുമാണ് ഇവർക്ക് കോൺഫ്ലിക്റ്റിലേക്കൊക്കെ ഇപ്പോൾ ഈ കറൻറ്റിൽ വന്ന് നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് നല്ല രീതിയിൽ
ഈ തേർഡ് സിറ്റുവേഷൻസ് മിസ്യൂസ് ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്ന് തന്നെയാണ് കാണുന്നത്. എന്താണെങ്കിലും ഇവർ ഈ ഒരു തേർഡ് പാർട്ടിയുടെ ബന്ധനത്തിലായിരിക്കും കേട്ടോ. അവർക്ക് വരാൻ പോകുന്നൊരു മാറ്റമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടെന്നൊന്നും ആ ഒരു സിറ്റുവേഷൻസിൽ നിന്ന് അവർക്ക് ഊരിപ്പോകാൻ ഒരിക്കലും സാധിക്കുകയില്ല. മാത്രവുമല്ല ഒരു സെൽഫ് കോൺഫിഡൻസ് നഷ്ടപ്പെട്ട് അവർ ട്രാപ്പഡ് ആയിട്ട് തന്നെ നിൽക്കേണ്ടി വരുന്നതായിട്ട് കാണുന്നുണ്ട്. അതുപോലെ അവരിലേക്ക് സൺറൈസിങ് എനർജിയൊക്കെ വരുന്നുണ്ട്. ചില സമയത്തൊക്കെ അവർ വളരെയധികം ശക്തമായിട്ട് പ്രതിരോധിക്കാനും അതുപോലെ പൂർണ്ണമായും ബ്ലോക്കിംഗ് ചെയ്തൊക്കെ നിൽക്കാൻ സാധ്യതയുണ്ട് അവരുടെ സാഹചര്യങ്ങളിൽ കേട്ടോ. ബന്ധങ്ങളിലൊക്കെ അവരൊരു ബ്ലോക്കേജ് വരുത്താനും വളരെ ശക്തമായിട്ട് പ്രതിരോധിക്കാനും മാത്രവുമല്ല അവരുടേതായ ഒരു സെൽഫ് ലവ് എനർജിയിലേക്കൊക്കെ വരാനും ചിലപ്പോൾ ലീഗൽ പരമായിട്ടൊക്കെ അവർ പ്രതികരിക്കാൻ സാധ്യത കാണുന്നുണ്ട് നിങ്ങളുടെ പേഴ്സൺ എന്ന് പറയുന്നത്. അതൊക്കെയാണ് അവരിലേക്ക് വരാൻ പോകുന്നൊരു മാറ്റം. അതായത് ഒരു സക്സസ്സിന് വേണ്ടിയിട്ടാണ്. നിങ്ങളുടെ വ്യക്തിയുടെ ഒരു എനർജി എന്ന് പറയുന്നത് സക്സസ് ആണ്. അവർക്ക് വിജയിക്കണം, അവർക്ക് എവിടേക്കോ എത്തിച്ചേരണം, ഏതൊക്കെയോ രീതിയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ളൊരു സിറ്റുവേഷൻസാണ് ഇതിനെല്ലാം കാരണം. എന്താണെങ്കിലും അവർക്ക് ഇമോഷണലി റോങ് ആണ് കേട്ടോ. അവർ സ്തംഭനാവസ്ഥയിൽ തന്നെയാണ് നിൽക്കാൻ പറ്റുള്ളൂ. ആൻസൈറ്റി ഉത്കണ്ഠയൊക്കെ അവർ പുറമെ വളരെ ശക്തമായിട്ട് പ്രവർത്തിച്ചാലും അവരുടെ ഉള്ളുകൊണ്ട് അവർക്ക് പേടിയാണ്, ഭയത്തെയാണ് അതിജീവിക്കേണ്ടി വരിക എന്ന് കാണുന്നത്. മാത്രവുമല്ല അവർ നിരാശപ്പെടേണ്ടി വരും ഫാമിലി പരമാകുന്ന. അതായത് അവർക്കൊരു നല്ലൊരു റിലേഷൻ എനർജി ഉണ്ടാവില്ല എന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. അവരൊരു സ്റ്റക്ക് എനർജിയിലൂടെ മാത്രമേ അവർക്ക് കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ. കൂടാതെ തന്നെ അവരെ സംബന്ധിച്ച് ഫ്രണ്ട്ഷിപ്പ് എനർജി വളരെ സപ്പോർട്ടിംഗ് ആണ് കേട്ടോ. ആകെ അവർക്കൊരു ജസ്റ്റിസ് ലഭിക്കുന്നത് ഫ്രണ്ട്ഷിപ്പ് എനർജിയിൽ തന്നെയാണ്. നല്ലൊരു ഗൈഡൻസും സപ്പോർട്ടുമായിട്ട് സൗഹൃദ ബന്ധങ്ങൾ അവരിൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് പറയാൻ പറ്റുന്നത്. പക്ഷേ ഇവരിൽക്ക് സംഭവിക്കാൻ പോകുന്ന, ഇവരിൽ വരാൻ പോകുന്ന ഒരു മാറ്റമെന്ന് പറയുന്നത് ഇമോഷണൽ ഫെയിലിയർ എനർജിയിലായിരിക്കും ഇവർ ജീവിക്കുന്നത്. തീർച്ചയായിട്ടും അവരുടെ ലൈഫിലേക്ക് ഒരു ന്യൂ ബിഗിനിങ്, പുതിയ തുടക്കമൊക്കെ ഉണ്ടാകും. അവർ ഫോക്കസ് ചെയ്യും ഇമോഷണൽ പരമാകുന്ന കാര്യത്തിൽ. പക്ഷേ എന്നാൽ തന്നെ അവർക്കൊരു സാറ്റിസ്ഫൈഡ് ആയിരിക്കില്ല അവർക്ക് ഫ്യൂച്ചറിലേക്ക്, മുന്നോട്ടേക്കെന്നാണ് കാണുന്നത്. അവർക്കൊരു പുതിയ ഇമോഷൻസും പ്രണയങ്ങളൊക്കെ വീണ്ടും നിങ്ങളിലേക്ക് വരുന്നത് പോലെ തന്നെ അവരിലേക്കും വരും. പക്ഷേ അവർ ഫ്യൂച്ചറിലേക്ക് പ്രതീക്ഷയോടുകൂടി മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. നിങ്ങളുടെ എനർജിയിൽ നോക്കുമ്പോൾ നിങ്ങളെപ്പോഴും ഒരു എലോൺ, ഒരു സ്റ്റക്നെസ്സിലാണ് നിൽക്കുന്നത് കേട്ടോ. തീർച്ചയായിട്ടും മാറി ചിന്തിക്കുക. അതുപോലെ റീഡിങ്സ് റെസനേറ്റ് ആവുകയാണെങ്കിൽ തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ഗോഡ് ബ്ലെസ് യു.